ഹലോ ഗായ്സ്, നമുക്കിന്നൊരു വറുത്തരച്ച മീൻ കറി ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള മീൻ എടുക്കുക. ഇവിടെ ഇപ്പോൾ നമ്മൾ അയിലാണ് എടുത്തിരിക്കുന്നത്. 2 അയില എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. പിന്നെ നമുക്കതിലേക്ക് വേണ്ടുന്നത് മാങ്ങയാണ് വേണ്ടുന്നത്, പുളിക്ക് ആവശ്യത്തിലുള്ള മാങ്ങ. അപ്പോൾ വറുത്തരച്ച് മീൻ കറി ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്വാഭാവികമായി നമുക്ക് തേങ്ങ വേണം. തേങ്ങയും കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് നല്ലതുപോലെ അത് മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉലുവയും കൂടി ഇട്ട് വേണം മൂപ്പിക്കാൻ. നല്ലപോലെ ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് നമ്മുടെ പൊടി ഐറ്റംസ് എല്ലാം ഇട്ട് കൊടുത്ത് അതിൻ്റെ ആ ഒരു സ്മെല്ല് മാറുന്നത് വരെ നമുക്ക് നല്ലപോലെ ഇളക്കാം. കൂടെ നല്ല ബ്രൗൺ കളറും കൂടെ ആവണം. നല്ല പൊടി നല്ല മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കതിനെ എടുത്ത് വെള്ളം ചേർക്കാതെ മിക്സിയിലിരുന്ന് അരച്ചെടുക്കുക. തണുത്ത് കഴിയുമ്പോഴത്തേക്കും മിക്സിയിൽ അരച്ചെടുക്കുക. വെള്ളം ചേർക്കരുത്. പിന്നെ നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ച് നമ്മൾ ഈ അരച്ച് വെച്ച അരപ്പ് അതിനകത്തേക്ക് ഇട്ട് നല്ലപോലെ ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള എരിവിനനുസരിച്ചുള്ള മുളക് അരിഞ്ഞിടുക. കൂടാതെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ തിളയ്ക്കാൻ വേണ്ടി അടച്ചു വെക്കുക. നല്ലപോലെ തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന പുളിക്ക് ആവശ്യമായിട്ടുള്ള മാങ്ങ അതിലേക്കിടുക. മാങ്ങ അതിലേക്കിട്ട് അതൊന്ന് വെന്ത് വരുന്നത് വരെ നമ്മളൊന്ന് അടച്ചു വെക്കുക. ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നമ്മൾ തുറന്ന് അതിലേക്ക് നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങളിലേക്ക് അതിലേക്ക് ഇട്ട് വീണ്ടും അടച്ചു വെക്കുക. ആവശ്യത്തിന് മീനൊന്ന് വേവുന്നത് വരെ അരപ്പൊന്ന് കുറുകുന്നത് വരെ ഒന്ന് അടച്ചു വെച്ച് നമുക്കൊരു രുചികരമായ വറുത്തരച്ച മീൻ കറി റെഡിയാകും.